നല്ല ദിവസം നല്ല സുഖമുണ്ടല്ലേ? കുറച്ച് ദൂരം അങ്ങ് പൊക്കോട്ടെ കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടോ? അടിപൊളി, പണ്ടത്തേക്ക് ഓരോ ഓർമ്മ. പാവം അടുത്താണ്. അമ്മേ എടാ കുറച്ചു പേരോട് വലിക്കൂ. നല്ല രസമുണ്ടായിരുന്നു. അതെ, എന്ത് രസമല്ലേ നമ്മുടെ പഴയ കുട്ടിക്കാലമൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. എങ്കിലും ഞങ്ങൾ പറയാൻ വന്ന ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ പ്രകൃതി ഇതുപോലെ നമുക്കായി ഒരുക്കി വെച്ച ഒരുപാട് അത്ഭുതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ല നമ്മുടെ ഈ ലോകത്തിൽ തന്നെ. അപ്പൊ അതിലൊരു ചെറിയൊരു ചെടിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ചെടി അല്ലെങ്കിൽ ഔഷധ സസ്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ എന്തായാലും അനന്തു പോയാലോ? അപ്പൊ ഞങ്ങൾ പറയാൻ പോകുന്ന ചെടി ഏതാന്ന് മനസ്സിലായോ? അനന്ത്, നിനക്ക് മനസ്സിലായോ? പിന്നെ ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ആ ചെടി. എനിക്ക് തോന്നുന്നു കുറച്ചു പേരെങ്കിലും ഈ ചെടി കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പൂക്കളും ഈ ചെടിയുടെ ഇലയൊക്കെ കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമുള്ള ഒരു ചെടിയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പൊ ഞാൻ ചെടിയെക്കുറിച്ച് എന്തായാലും ഫസ്റ്റിലേ ഒന്ന് പറയാം. ഈ ചെടിയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ ജന്മദേശം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത്. അനന്തു, എടാ ഇതിന്റെ പൂക്കളൊക്കെ കണ്ടോ നീ? പൂക്കളും ഇതിന്റെ മൊട്ടുകളും ഒക്കെ കണ്ടോ? ഇതാണ് അതിന്റെ പൂവ്, ഇതാണ് അതിന്റെ മൊട്ടുണ്ടായി വരുന്നത്. ഇതിൽ കായും കിടപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ളായിട്ട് പൂ ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നീ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയടാ. ഈ കളർ പൂ കണ്ടോ? നീ ഇത് നേരത്തെ എന്നോട് ചോദിച്ചില്ലായിരുന്നോ? ഈ കളർ പൂവ്, അതേപോലെ തന്നെ ഈ കളർ പൂവ്, രണ്ട് കളറിലാണ്, രണ്ട് കളർ ഷെയ്ഡാണ് നമുക്ക് ഇതിൽ പൂവ് ഉണ്ടാവുന്നത്. രണ്ട് കളർ ഷെയ്ഡിൽ പൂവ് ഉണ്ടാവും. അതിന്റെ ഇലകളാണെങ്കിലും നമ്മൾ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു തരിതരിപ്പാണ് ഇതിന്. ആ ഒരു നമുക്ക് ഈ ചൊറിഞ്ഞെണ്ണത്തിലൊക്കെ പിടിക്കാൻ ആ ഒരു അരയുള്ള ഫീലാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളരുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെയൊക്കെ മരമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. എനിക്ക് തോന്നുന്ന ക്ലൈമറ്റിന്റെ അനുസരിച്ചായിരിക്കും കുറ്റിച്ചെടിയായിട്ടും മരമായിട്ടും ഒക്കെ വളരുന്നത്. ഇതിൽ നിറയെ കായുണ്ട്. കായ കുറെ ഉണങ്ങി താഴെ വീണ് കിടപ്പുണ്ട്. അനന്തൂടാ, നമുക്ക് കാ നിറയെ കിടപ്പുണ്ട്. അതൊന്ന് പെറുക്കി എടുത്തു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. ആ കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ളതാണ് കേട്ടോ. നമുക്ക് എന്താണ് ദൈനംദിന ജീവിതത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കായ. ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു കായാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇടംപിരി വലംപിരി എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഇടംപിരി വലംപിരി എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചെടിയിൽ കായ ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ടായിരിക്കും കായ ഉണ്ടാവുന്നത്. ഇതിന്റെ ഇടത് സൈഡിലിരിക്കുന്ന കായ് ഇടത്തോട്ടായിരിക്കും പിരി, വലത് സൈഡിലിരിക്കുന്ന കായ് വലത്തോട്ടായിരിക്കും. അപ്പൊ ഞാൻ ആ കായ ഒന്ന് കാണിച്ചു തരാം. എടാ കിട്ടിയോടാ കായ? ഇത്രയും വേണ്ട, ഇഷ്ടം പോലെ കായ. ഇത് ഉണങ്ങി നമുക്ക് താഴെ വീണതാണ് കായ. പൂക്കള് അതെ, രണ്ട് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് അതിങ്ങനെ പൂത്ത് നിക്കണ കാണാനും കേട്ടോ. ഈ കായ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഇടംപിരി വലംപിരി എന്ന് പറയുമ്പോൾ ഇത് പിടിച്ചേടാ. നമ്മൾ ഈ കായ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ ഈ കായ ഉണ്ടായി വരും, ഒരു സൈഡിൽ ഈ കായ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഈ സൈഡ് കണ്ടോ, ഇത് വലത്തോട്ടായിരിക്കും പിരി, ഇതിന്റെ പിരി ഇടത്തോട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടത്തോട്ട് നിൽക്കുന്നതിനെ ഇടംപിരി എന്നും വലത്തോട്ട് നിൽക്കുന്നതിനെ വലംപിരി എന്ന് പറയും. അപ്പൊ ഈ ഇതൊന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ആ ഒരു കായ ഇരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിങ്ങനെ പിരിഞ്ഞല്ല ഇരിക്കുന്നത്, ഒരു സ്ക്രൂ ഇരിക്കുന്ന പോലെയാണ് ഈ കായ ഇരിക്കുന്നത്, പിരിഞ്ഞായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ബ്രിട്ടീഷുകാർ എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് അറിയാവോ? ഈസ്റ്റ് ഇന്ത്യ സ്ക്രൂ ട്രീ എന്നാണ് വിളിക്കുന്നത്. സ്ക്രൂ ട്രീ അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ ഈ കായ കൊണ്ട് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരമരുന്ന് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരമരുന്നൊക്കെ അരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരമരുന്ന് കൊടുക്കാനായിട്ട് പണ്ട് കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചു. അതേപോലെ പിള്ളേർക്ക് വയറുവേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമ്പോ, പനി, ഛർദിൽ, അതിനൊക്കെ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആണുങ്ങൾക്കാണെങ്കിൽ കൂടി ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹെയർ. ആൺപിള്ളേർ ഇപ്പൊ നല്ല അടിപൊളിയായിട്ടൊക്കെ മുടി വളർന്ന നല്ല ഫ്രീക്കന്മാരായിട്ടാണ് നടക്കണേ. അപ്പൊ അങ്ങനെയൊക്കെ മുടി വളരാനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നല്ലതായിട്ട് മുടി വളരുമെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിച്ചു. പോക്കറ്റിട്ട് ഇത് കാച്ചിയെടുക്കണം എന്നില്ല നമ്മള്. പക്ഷെ പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ കായ പറിച്ചിട്ട് നമ്മള് പച്ച നല്ല അന്നൊക്കെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയല്ലേ, വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇത് കുറച്ച് നാൾ ഇട്ട് വെച്ചാൽ മതിയെന്ന്. ഇതിന്റെ എസൻസ് ഒക്കെ ആ എണ്ണയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതും നമുക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ്, മുടിയൊക്കെ വളരാനുള്ള ഒരു മരുന്നാണ്. ഇതിന്റെ ഇലയില്ലേ,
ഇല നമുക്ക് ചായ വെച്ച് കുടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ നമ്മുടെ നീലച്ചായ പോലെ. നീലച്ചായ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ് ആയിട്ട് കുറച്ച് നാളായി ട്രെൻഡിങ്. കുറെ എനിക്കറിയാം, കുറെ ആൾക്കാർ ഇങ്ങനെ നീലച്ചായ കുടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അത് ഞാനും സാറും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ തൊട്ട് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹമുള്ള ഇനി ഒരു ചെമ്പരത്തി ചായ കുടിക്കണം. ചെമ്പരത്തി ഭയങ്കര എന്താണ്, നമുക്ക് അസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണെന്നൊക്കെയാ പറയുന്നത്. ഡെയിലി നമ്മള് വെറും വയറ്റിലൊക്കെ ഇത് കുടിക്കണതൊക്കെ, ഇങ്ങനെയുള്ള ചായകളൊക്കെ കുടിക്കണത്, നമ്മള് നോർമൽ ചായ തേയിലിട്ട ചായ കുടിക്കുമ്പോൾ അറിയാലോ, വലിയ നമ്മുടെ ശരീരത്തിന് വലിയ പ്രയോജനമുള്ള കാര്യമല്ല. ചിലർക്കൊരു ലഹരി പോലെയാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇടംപിരി വലംപിരി. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചെടിയെ കുറിച്ചും മരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. കേടിങ്ങി പോകുമ്പോഴത്തേക്കും ഇതിന് നമ്മൾ പറയും ഇടംപിരി എന്നും പറയും, വലംപിരി എന്നും പറയും, ഇടംപിരി വലംപിരി എന്നും പറയും. കാരണം ഇതിന് വലിയ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന, വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ വലത്തോട്ട്. ഇപ്പൊ നമ്മൾ പിള്ളേരുടെ ഒക്കെ കാര്യം പറയില്ലേ, എന്റെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ പറയണാണ്, നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ മൂഡ് ശരിയല്ല എന്നൊക്കെ പറയും, ഓ ഇന്നാക്കോ അവള് ഇടത്തൂടെ എണീറ്റേക്കുന്നത് എന്നൊക്കെ പറയേ. അപ്പൊ നമ്മുടെ മൂഡ് ശരിയല്ല, മൈൻഡ് ശരിയല്ല. അപ്പൊ എന്ത് പറഞ്ഞാലും ദേഷ്യം വരും. അപ്പൊ അവള് നല്ല മൂഡാണ്, ഹാപ്പി ആയിട്ടിരിക്കണം പറയാം, അവൾ ഇന്ന് വലത്തോടെ എണീക്കുന്നത്. ആ ഒരു ഇതാ സംഭവം എനിക്ക് ഇത് പറയുമ്പോൾ മനസ്സിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിപ്പുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ നിപ്പുണ്ട്, പൂവും കായും ഒക്കെ ഉണ്ടായിട്ട്. ഇവിടെ എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ആദ്യം നിൽക്കുന്നത്. ഇതിൽ പക്ഷെ നേരത്തെ നിറയെ പൂവുണ്ടായിരുന്നേ, ഇപ്പം കുറവാണ്, എന്നാലും ഉണ്ടായി നിപ്പുണ്ട്. ഇതിന്റെ പേരുകൾ തന്നെ ഉണ്ട്. ഇടംപിരി വലംപിരി എന്നുണ്ട്, ഈശ്വരമർത്തി, കൈവം, കൈനാറു, കൈവിളനാറു, കൈക്കൂവളം. ഇതിന്റെ ശാസ്ത്രീയ നാമം ഹെലിക്ട്രോസൈസോറ. കുറെ പേരുകളുണ്ട് ഇതിന്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിൽക്കുന്നത് എല്ലാം ഇങ്ങനെ മരമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം തന്നെ അതായിരിക്കും, ചില ക്ലൈമറ്റിന്റെ ആയിരിക്കും. നമ്മുടെ ക്ലൈമറ്റിൽ ഈ കുറ്റിച്ചെടിയായിട്ട് അല്ലായിരിക്കും, ഇത് മരമായിട്ട് നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ട് ഇതിങ്ങനെ മരമായിട്ട് വളർന്നു പോകുന്നതായിരിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിന്റെ അടി തൊട്ട് മുടി വരെ, അല്ലെങ്കിൽ വേര് തൊട്ട് കായ് വരെ എല്ലാം ഉപയോഗിക്കാന്ന് കേട്ടിട്ടുണ്ട്. സത്യവാടാ, അടി തൊട്ട് വേര് തൊട്ട് അങ്ങ് എൻഡിങ് ഇതിന്റെ കാ വരെ എല്ലാം ഒന്നിനൊന്ന് ഔഷധ ഗുണമുള്ളതാണ്. ഇതിന്റെ വേര് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കും. വേര്, തണ്ട്, ഇല എല്ലാം. ഇലയൊക്കെ നമ്മൾ കഷായം വെച്ച് കുടിക്കാൻ പറ്റും. അതേപോലെ വേര് കഷായത്തിന് ഉപയോഗിക്കും. ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ തൊലി ഉണ്ടല്ലോ, ഈ തടിയെന്ന് ഈ തൊലി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കയറും ചാക്കും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ എന്താണ് ഈ ഓരോ വേര് തൊട്ട്, ഞാൻ പറഞ്ഞില്ലേ, നീ എന്നോട് ചോദിച്ചില്ല, അടി തൊട്ട് മുടി വരെ ഔഷധ ഗുണങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കായ, വേര്, ഇല, അതുപോലെ തന്നെ എന്താണ് തണ്ട്, ഇതെല്ലാം നമ്മൾ കഷായം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ല, കാടുകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ, നമ്മുടെ ഇന്ത്യൻ വനാന്തരങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ആയുർവേദ പ്ലാന്റ്സ് ഒക്കെ കൃഷി ചെയ്യുന്നില്ലേ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കൃഷി ചെയ്യുന്നിടത്ത് ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സർപ്പക്കാവുകളിലാണ് ഏറ്റവും കൂടുതൽ. സർപ്പക്കാവുകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അന്യം നിന്ന് പോകുന്ന ഒരു സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പോലെ നമുക്കൊരു അതിഭീകരാവസ്ഥയൊന്നും നമുക്ക് സർപ്പക്കാവിന് തോന്നാറില്ലല്ലോ. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അങ്ങനെ, പണ്ടത്തെ സർപ്പക്കാവ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഉള്ളിലൊരു പേടി ഉണ്ടാവും. ഇപ്പൊ അതൊന്നും കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ വെട്ടി നശിപ്പിച്ച്, സർപ്പക്കാവുകളൊക്കെ വെട്ടി നശിപ്പിച്ച് ആ ഒരു നല്ല, അതിന് നല്ലൊരു ഭംഗിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ സർപ്പക്കാവിലൊക്കെ എന്ന് പറഞ്ഞാൽ കിളികളുടെയും പക്ഷികളുടെയും ഒക്കെ ഒരു ആവാസ വ്യവസ്ഥയാണെന്നല്ലേ പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ എന്തോരം കിളികളുടെ സൗണ്ടുകളാണ് നമ്മൾ കേട്ടത്. നല്ല രസമല്ലേ അത് കേട്ടിങ്ങനെ എണീറ്റ് വരാൻ. ചുമ്മാ നമ്മൾ പറമ്പിൽ കൂടെ നടക്കുമ്പോഴാണേലും അങ്ങനത്തെ സൗണ്ടുകളൊന്നും നമുക്കിവിടെ കേൾക്കാനേ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, മോർണിംഗിലൊക്കെ രാവിലെ നല്ല രാവിലെയൊക്കെ എണീറ്റിട്ട് നമ്മൾ ഇതിലും വഴി ഇങ്ങനെ നടക്കുവാണെങ്കിൽ പക്ഷികളുടെ സൗണ്ട് ആ സർപ്പക്കാവിന്റെ അവിടെയൊക്കെ. എനിക്ക് ആ സർപ്പക്കാവിന്റെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ടടാ. കാരണം വെച്ചാൽ ആ എന്താണ് പറയണത്, ആ ഫുള്ള് ഏതൊക്കെ മരം ആ സർപ്പക്കാവിനകത്തുണ്ട് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. ഏതൊക്കെ മരങ്ങളാണ് അതിന്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട്. പിന്നെ പറയാൻ ഇതിനെക്കുറിച്ച് പിന്നെയും പറഞ്ഞാൽ തീരെയല്ല, അതുപോലെ ഔഷധ ഗുണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പനി, അതുപോലെ തന്നെ സന്ധിവേദന, നമുക്ക് സന്ധിവേദനയൊക്കെ ഉണ്ടല്ലോ, ഈ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ല മരുന്നാണ്. അതേപോലെ വേര് വെച്ച് കഷായം ഉണ്ടായി കുടിക്കാം. പിന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും, കല്ലുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഇതിന്റെ ഈ ഇലയുണ്ടല്ലോ, ഇല ഇട്ടിട്ട് ചായ തിളപ്പിച്ച് കുടിച്ചാൽ മതി എന്നാ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പല്ലുവേദനയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ പണ്ട് ഗ്രാമ്പൂ ഒക്കെ ഇങ്ങനെ ചതച്ചിട്ട് കടിക്കാനായിട്ട് പല്ലേ കൊണ്ട് വെക്കും. അപ്പൊ വേദന അതിന്റെ ആ ഒരു എന്താ പറയണേ, അതിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ,
ആ ഒരു വീര്യം, അതുകൊണ്ട് നമ്മുടെ വേദന കുറച്ച് അങ്ങ് ശമിക്കും. പക്ഷെ ഇപ്പോഴുള്ള ഡോക്ടർമാർ പറയാം ഒന്ന് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പല്ലുവേദനയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നു. മടക്കിയിട്ട് കടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന്. പക്ഷെ നമ്മള് എന്തൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും, എത്ര ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാലും ശരി, നമ്മളൊരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എത്ര നല്ല അമൃതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് അതിനൊരു അളവുണ്ടാവണം. അധികമായ അമൃതം വിഷമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പ്രത്യേകിച്ച് പറയുന്നത് ഗർഭിണികള്, ചെറിയ കുട്ടികള്, ഇതൊക്കെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ടോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, മാക്സിമം അവരൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതിന്റെ ഉണ്ടല്ലോ, ഇതിന്റെ കായ എടുത്തിട്ട് നമ്മൾ ഈ ചിത്രശലഭങ്ങളൊക്കെ ഇല്ലടാ, ചിത്രശലഭങ്ങള്, സൂര്യപക്ഷികള്, അതൊക്കെയാണ് ഇതിന്റെ പ്രജനനം നടത്തുന്നത്. ഇതിന്റെ ആ ഒരു അതുപോലെ തന്നെ ഇതിന്റെ വിത്തുണ്ടല്ലോ, ഇത് കണ്ടതാ, ഇത് മൊത്തം ഇങ്ങനെ അഴിച്ചിട്ട് കേട്ടോ ഇടംപിരി വലംപിരി. നല്ല രസമുണ്ട്. ചുമ്മാ ഷോക്കേസിലൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത്. ഇതിനകത്തൊരു കായുണ്ട്, ഒരു കുരുവുണ്ട്. ആ കുരുവാണ് നമ്മൾ അതിന്റെ വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കറുത്ത കുരുവാണ് ഇത് നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ട്രൈ ആവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഒരു കള്ളത്തരമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ ചെമ്പരത്തിയൊക്കെ ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് പോലെ തന്നെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലോ നല്ല കെമിക്കൽ അധികം ഇല്ലാത്ത വെളിച്ചെണ്ണയിൽ ഇതിട്ട് എണ്ണ കാച്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മുടി വളരും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. എന്തായാലും എല്ലാവരും ഇതൊന്ന് എണ്ണ കാച്ചി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾക്കൊരു ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടാളും വീണ്ടും വരുന്നതായിരിക്കും.